ശ്രീമതി ബീന പോൾ ഉണ്ട് നമ്മോടൊപ്പം. WCCയുടെ പ്രതിനിധി കൂടിയാണ്. ശ്രീമതി ബീന പോൾ, ഇപ്പോൾ കോടതിയുടെ വിധി നിരാശാജനകമെന്നുള്ള പ്രതികരണം WCCയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇത് നേരത്തെ തയ്യാറാക്കിയ വിധി എന്ന് കടന്നു പ്രതികരിക്കുന്നുമുണ്ട് ചിലർ. ഈ ഘട്ടത്തിൽ ബീന പോളിന് എന്താണ് പറയാനുള്ളത്? അതിജീവിതയുമായി സംസാരിച്ചിരുന്നോ? മുന്നോട്ടുള്ള പോരാട്ടം മേൽക്കോടതിയിലേക്ക് പോകാനുള്ള പോരാട്ടത്തിലുള്ള ഒരു മനസ്സായിട്ടുണ്ടോ? എന്താണ് അവരുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ? അല്ല, ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല. മാത്രമല്ല, ശരിക്ക് WCCയുടെ പ്രതികരണം അല്ല, ഇത് ഇൻഡിവിജ്വൽ WCC മെമ്പേഴ്സിന്റെ ആണ്. കാര്യം നമുക്ക് ആ കോടതി വിധി വന്നു വായിച്ച മനസ്സിലാക്കി അപ്പോഴത്തേക്ക് നമുക്ക് ഇത് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ പേഴ്സണലി ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു അവളുടെ കൂടെ നിന്ന് എല്ലാവർക്കും വേറെ ഒരു ഇത് വരുമെന്ന് വിചാരിച്ചു. പക്ഷേ കാര്യം ഒത്തിരി ചോദ്യങ്ങൾ, സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ഒത്തിരി ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഇതെന്തിനാ നടന്നേ, ഇതെങ്ങനെ, there are so many questions left open with this judgment, but we can only understand this judgment after we read it. അതാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത്. ബീനപ്പോൾ, ഇപ്പോൾ ദിലീപ് വിധി വന്ന ശേഷം പുറത്തു വന്ന് നടത്തിയ പ്രതികരണവും കണ്ടിരിക്കുമല്ലോ. അതിൽ മഞ്ജു വാര്യർ ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞതിൽ നിന്ന് തുടങ്ങിയ കേസാണ് എന്ന് പറഞ്ഞിട്ടാണ് ദിലീപ് തുടങ്ങുന്നത്. അതിൽ അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥയെയും പോലീസ് സംവിധാനത്തെയും ഒക്കെ ക്രിമിനൽ കൂട്ടമെന്നാണ് വിളിച്ചിരിക്കുന്നത്. ഈ അതിജീവിതയ്ക്കൊപ്പം നിന്ന മാധ്യമങ്ങളെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള പ്രതികരണമാണ്. ആ പ്രതികരണത്തെ ഒരു വൈകാരിക പ്രതികരണമായിട്ടാണോ അതോ ഒരു ഭീഷണി സ്വരമായിട്ടാണോ അങ്ങേക്ക് തോന്നിയത്? രണ്ടും കൂടെ എനിക്ക് തോന്നി വാസ്തവത്തില്. കാര്യം പുള്ളി അങ്ങനെ നമുക്ക് തീരെ ഷോക്കിംഗ് ആയിപ്പോയി. വന്ന ഉടനെ ഇങ്ങനത്തെ ഒരു പ്രതികരണം ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ പുള്ളിക്ക് അതിനായിട്ടുള്ള ഒരു ഹീസ് ഗെറ്റിംഗ് എ സ്മോൾ വിൻഡോ ടു സേ ദീസ് തിങ്സ്. ഇനി ഇതിന്റെ മുമ്പോട്ട് പോകുന്ന ഒരു ഇതിൽ he can't again express this, so maybe he used this opportunity to express it, but again we would like to focus on the fact that വാസ്തവത്തില് ഈ ഒരു കേസ് മലയാളം സിനിമയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ആണ് നമുക്ക് എപ്പോഴും ഒന്ന് ഓർക്കേണ്ടതാണ്. ഈ വിധി ഇപ്പം ഒരു അവസാന വാക്കല്ല ഇതിന്റെ എന്ന് പറയാം. ഉറപ്പായിട്ടും മേൽക്കോടതിയിൽ അപ്പീൽ പോകാവുന്നതാണ്. സർക്കാർ അപ്പീൽ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീമതി ബീന പോൾ, ഇപ്പോൾ വിധി വന്ന നിമിഷങ്ങൾക്കകം തന്നെയാണ് സിനിമാ സംവിധാനങ്ങൾ, സിനിമാ സംഘടനകൾ ദിലീപിനെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകുന്നത്. വളരെ പെട്ടെന്ന് യോഗം ചേരുകയാണ്. ദിലീപ് ആവശ്യപ്പെട്ടാൽ ഉടനെ തിരിച്ചെടുക്കുമെന്ന് പറയുകയാണ്. ഫെഫ്ക പറയുന്നു. ഇപ്പോൾ അമ്മയുടെ യോഗം ചേർന്നിരിക്കുന്നു. പക്ഷേ അതിന്റെ പ്രസിഡന്റ് അടക്കമുള്ളവർ പ്രതികരിച്ചു കണ്ടില്ല. That is totally expected. We read that in the Hema committee report. After all, Dilip is not a single man. ഒരു ഫുൾ ഒരു കമേഴ്ഷ്യൽ വാല്യൂ ഉണ്ട്, അതെല്ലാം ഉണ്ട്. നമുക്ക് അത് കാണാതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരുപാട് പൈസയും ഇതും അതും ഒക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രി ആണ് ഇത്. സോ ഡെഫിനറ്റ്ലി ദേ ആർ ട്രൈങ് ടു റീഇൻസ്റ്റേറ്റ് ആൻഡ് സേവ് ദാറ്റ്. ബട്ട് ദിസ് വാസ് എക്സ്പെക്റ്റഡ്, ടോട്ടലി എക്സ്പെക്റ്റഡ്. WCC ഇക്കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ പറഞ്ഞതുപോലെ ഓരോരുത്തരും അവനവന്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. സംഘടന എന്ന നിലയ്ക്ക് ഒരുമിച്ചൊരു നിലപാട് എന്താണ്? ഞങ്ങൾ ഇത് വായിച്ചിട്ട് ഒരു പ്രസ്താവന ഇറക്കും. ഉറപ്പായിട്ട് ഞങ്ങൾ അത് വായിച്ചിട്ട് മനസ്സിലാക്കി വി വിൽ ഡെഫിനറ്റ്ലി, ബട്ട് വി ആർ വിത്ത് ഹർ ആൻഡ് വി ആർ ലുക്കിംഗ് ഫോർ ചേഞ്ച് ഇൻ ദി ഇൻഡസ്ട്രി. അതാണ് ഞങ്ങൾ നോക്കുന്നത്. ശ്രീമതി ബീന പോൾ, ഇപ്പോൾ ഈ കോടതിയുമായി ബന്ധപ്പെട്ട് തന്നെ അതിജീവിതയ്ക്ക് പരാതികൾ ഉണ്ടായിരുന്നു. ഈ ജഡ്ജി വേണ്ട, ഈ ജഡ്ജി തന്നെ കേൾക്കുന്നില്ല എന്നുള്ള ഒരു വിഷമം അവർക്കതുണ്ടായിരുന്നു. ബർഖയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അത് പറയുന്നുമുണ്ട്. കോടതിയിൽ നിന്ന് കരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഓടിയ സമയം പോലും ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അത്രത്തോളം വിശ്വാസമില്ലാതിരുന്ന കോടതിയിൽ നിന്നും മറിച്ചൊരു വിധി ഉണ്ടാവുകയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താ പറയാനാ, it is a very bad experience. അതാണ് നമുക്ക് പറയാനുള്ളത്. that most women who go into court go through this experience. അതാണ് പല സ്ത്രീകൾ അങ്ങോട്ട് കോടതിയെ സമീപിക്കാതെ അത് തന്നെയാ കാര്യം. There is very deep insensitivity, and I think in this particular case
കുറച്ച് കൂടുതൽ തന്നെ ഇൻസെൻസിറ്റീവ് ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല. ഇറ്റ് ഈസ് എ വെരി വെരി സാഡ് ഫാക്ട് ഓഫ് ദ ജുഡീഷ്യൽ സിസ്റ്റം ദാറ്റ് ഒരു സ്ത്രീ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സംഭവം കഴിഞ്ഞ ഷീ ഹാസ് ടു റീലിവ് ദ ഹോൾ എക്സ്പീരിയൻസ്. ഷീ ഹാസ് ടു പ്രൂവ് ഹർ ഇന്നസെൻസ്. ഇപ്പൊ ആക്ച്വലി ദ ലോ സേസ് ദി അതർ തിങ്. പക്ഷേ when there are powerful people, of course this happens. ശ്രീമതി ബീന പോൾ, ഇപ്പോൾ ദിലീപ് ഈ കേസിൽ പ്രതിയായിരുന്ന ഘട്ടത്തിൽ തന്നെ അവൾക്കൊപ്പം നിന്നതിന്, അതിജീവിതയ്ക്കൊപ്പം നിന്നതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പല താരങ്ങൾക്കും. ഇപ്പോൾ WCCയുടെ ഭാഗമായി WCC സംവിധാനം വന്നതിൽ തന്നെ അത് വേറെ തന്നെ നിൽക്കുകയാണല്ലോ. അതിനോട് സഹകരിക്കുന്നവർ, ഇപ്പോൾ അമ്മയുടെ ഭാഗമായി നിൽക്കുന്നവർ പലർക്കും സിനിമയില്ല, സിനിമയിലേക്ക് ക്ഷണിക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ സംവിധാനത്തിലേക്കൊക്കെ ദിലീപ് തിരിച്ചെത്തുമ്പോൾ അത് കുറച്ചുകൂടി ശക്തമാവുകയില്ലേ? ആയിരിക്കാം, ഉറപ്പായിട്ടായിരിക്കാം. lot of price has been paid by many women. But ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് തന്നെ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. അവർക്ക് ധൈര്യമില്ല WCC ജോയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഒരു പേരെടുക്കാൻ. പക്ഷേ ഡെഫിനറ്റ്ലി ദർ ഈസ് എ പ്രൈസ് ടു പേ. പക്ഷെ ഞാൻ പറയുന്നത് ഹിസ്റ്റോറിക്കലി സ്ത്രീകൾ ഈ പ്രൈസ് പേ ചെയ്തിട്ടുണ്ട്. ആദ്യം വോട്ട് ചോദിച്ചപ്പോഴേ സ്ത്രീകൾക്ക് അത് ഇങ്ങനെ വന്നതാ. അതുപോലെ ഇറ്റ് ഹാസ് ടു ബി, ഇഫ് യു വാണ്ട് ചേഞ്ച് യു ഹാവ് ടു പേ എ പ്രൈസ്, ഐ തിങ്ക്. തീർച്ചയായും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.